CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അടുത്ത മത്സരം ഇങ്ങ് എത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി അടുത്ത മത്സരത്തിൽ ഇറങ്ങുന്നതിന് മുമ്പായി കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പോസിബിൾ ലൈനപ്പും അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ പരിശീലകരോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. നമുക്കറിയാം അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരം വരുന്നത് ഈ വരുന്ന ഞായറാഴ്ച 29-ാം തീയതി രാത്രി 7:30 എവേ മത്സരമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെത് എന്നുള്ളത്. ഏതായാലും ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത് ജംഷഡ്പൂർ എഫ്സി എന്നുള്ള ശക്തരെ തന്നെയാണ്. ഏതായാലും ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് നമുക്ക് പെട്ടെന്നൊന്ന് കടക്കാം. ഗോൾ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ സാധാരണത്തെ പോലെ തന്നെ സച്ചിൻ സുരേഷും, ഇനി ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ ഐബൻ ഡോഗ്ലിംഗ്, പ്രീതം കോട്ടാൽ, മിലോസ് ട്രിഞ്ചിസ്, നവോച്ച സിംഗ് എന്നിവരെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇനി മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിഫൻഡിംഗ് മിഡ്ഫീൽഡേഴ്സുകളായിക്കൊണ്ട് പരിക്കൊക്കെ മാറിക്കൊണ്ട് വിപിൻ മോഹനെയും കൂടാതെ തന്നെ ഫ്രെഡിയെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇരുവർക്കും മുന്നിലായിക്കൊണ്ട് അറ്റാക്കിംഗ് ചെയ്യുവാൻ വേണ്ടി ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയെയും കൂടാതെ ലെഫ്റ്റ് വിങ്ങിലാണെങ്കിൽ നോഹ സദോയെയും റൈറ്റ് വിങ്ങിലാണെങ്കിൽ നമുക്ക് കോറോ സിംഗിനെയും കാണാൻ സാധിക്കും. ഇനി മുന്നേറ്റ നിരയിലേക്ക് വരികയാണെങ്കിൽ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ആയിക്കൊണ്ട് ജീസസ് ലിമിനിസിന് പരിക്ക് പറ്റിയതിനെ തുടർന്നുകൊണ്ട് അദ്ദേഹം ആഭാവം നികർത്തുവാൻ വേണ്ടി നമുക്ക് ഗാന സ്ട്രൈക്കർ ആയിട്ടുള്ള ക്വാമി പെപ്രയുമായിരിക്കും കാണാൻ സാധിക്കുക. ഏതായാലും ഈ ഒരു ഫോർമേഷൻ 4-2-3-1 എന്ന ഫോർമേഷൻ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിനെ കുറിച്ചാണ്. അടുത്ത ജംഷഡ്പൂർ എഫ്സിക്കെതിരായുള്ള മത്സരത്തിന് മുന്നോടി നടക്കാൻ പോകുന്ന തങ്ങളുടെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് നടക്കാൻ പോകുന്നത് ഈ വരുന്ന ശനിയാഴ്ച 1:30 ഏതായാലും ഈ ഒരു പ്രസ് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലകൻ പുരുഷോത്തമനോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലെ സൂപ്പർ താരമായിട്ടുള്ള മിലോസ് ട്രിഞ്ചിച്ച് ആയിരിക്കും മാധ്യമങ്ങളെ അഭിമുഖം ചെയ്യുവാൻ വരിക. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ പരിശീലകനോടനുബന്ധിച്ചുള്ളതാണ്. നമുക്കറിയാം കുറച്ചധികം ആഴ്ചകളായി മിഖായൽ സ്റ്റീർ എന്ന ഒരു പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പുറത്താക്കിയിട്ട് ഇതുവരെ ആയിട്ടും ഒരു പരിശീലകനെ ടീമിലേക്ക് കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുമില്ല. ഏതായാലും നിലവിൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പ്രകാരം സെർജിയോ ലൊബേറോ എന്ന പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അതിയായി പരിശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സീസണിലേക്ക് ആയിരിക്കില്ല അദ്ദേഹത്തെ സൈൻ ചെയ്യുകയാണെങ്കിൽ പോലും അവർ കൊണ്ടുവരിക. അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ടാണ് സെർജിയോ ലൊബേറോ എന്ന ഒരു പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നോട്ടമിട്ടിട്ടുള്ളത്. കൂടാതെ തന്നെ റിപ്പോർട്ടിനോടനുബന്ധിച്ച് തന്നെ പറയുന്നുണ്ട് ഈ ഒരു കോൺട്രാക്ട് അഥവാ ഈ ഒരു സൈനിങ് നടത്തണമെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നല്ല രീതിയിൽ തന്നെ പരിശ്രമിക്കണമെന്നൊക്കെ. ഏതായാലും വരും ദിവസങ്ങളിൽ പുതിയ പരിശീലകനോടനുബന്ധിച്ചുള്ള പുതിയ റിപ്പോർട്ടുകൾ വരുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തേക്ക് വന്ന റിപ്പോർട്ടാണ് സന്ദേശ് ടിങ്കൻ എന്ന ആ ഒരു FC ഗോവയുടെ ഡിഫൻഡർ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു എന്നൊക്കെ. നമുക്കറിയാം മുൻപത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ വെൽ ഡിഫൻഡർ ആയിരുന്നു സന്ദേശ് ടിങ്കൻ എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടിനോടനുബന്ധിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ പുതിയ റിപ്പോർട്ടും പുറത്തേക്ക് വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് പ്രശസ്തമായ അഥവാ നമുക്ക് ക്രെഡിബിൾ ആയി കിട്ടുന്ന വിശ്വസിക്കാൻ പറ്റുന്ന യാതൊരു തരത്തിലുള്ള ആളുകളുടെ കയ്യിൽ നിന്നും ഇതുവരെ ആയിട്ടും സന്ദേശ് ടിങ്കനെ ടീമിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ സന്ദേശ് ടിങ്കനെ ആയിരിക്കില്ല കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ടീമിലേക്ക് എത്തിക്കുക എന്നും മറിച്ച് എന്തായാലും ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒരു ഉഗ്രൻ ഡിഫൻഡറെ ടീമിലേക്ക് എത്തിക്കുമെന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം ലെസ്കോവിച്ചിന്റെ പകരക്കാരനായിക്കൊണ്ടായിരുന്നു അലക്സാണ്ടർ കൊയ്ഫ് എന്ന ആ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലെസ്കോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ ഉണ്ടാക്കിയ അത്ര പോലും ഇമ്പാക്ട് ഇതുവരെ ആയിട്ടും അലക്സാണ്ടർ കൊയ്ഫിനെ ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ട് പോലുമില്ല. ഏതായാലും ലെസ്കോവിച്ചിന്റെ പകരക്കാരൻ എന്ന നിലയിൽ ഒരൊറ്റ പകരക്കാരനെ തന്നെയാവണം ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി സൈൻ ചെയ്യേണ്ടതും. അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഐസിലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐസിൽ അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.